ദേ 2 കാടക്കോഴി നമുക്ക് കട്ട് ചെയ്യാം. അതിലോട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇളക്കാം. ആ കാടക്കോഴി നമുക്ക് അതിൻ്റെ മുകളിലിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തോട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ചുവന്നുള്ളിയുടെ പേസ്റ്റ് കൊടുക്കുക, ഉപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞളോടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി യോജിപ്പിക്കാം. കാടക്കോഴി അരഭാഗം വെന്തു, അത് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്ലേറ്റിലോട്ട് വെക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കണം. ആ മസാലയെല്ലാം നമ്മൾ ഇതിനകത്ത് വാരി പുരട്ടി. ഇനി ഇതേപോലെ നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. 1 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തേക്കാം. അതിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. കാടക്കോഴി അതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി നമുക്കിനി എടുക്കാം. ഉണ്ടോ, ഈ പ്ലേറ്റിലോട്ട് വെക്കാം. ആ ഓയിലിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. മസാല മൂത്ത് അതിനകത്തോട്ട് നമ്മൾ കഴുകി അരി വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ ഇതിന് 1.5 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഇത് നമ്മൾ അരപ്പ് കഴുകിയ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. ആ ചോറ് റെഡിയായി. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാടക്കോഴി വെച്ച് കൊടുക്കുക. ഞാൻ എൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കാം. കാടക്കോഴി ബിരിയാണി റെഡി. കാടക്കോഴി ബിരിയാണി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കാടക്കോഴി ഇങ്ങനെ റെഡിയാക്കുന്നതാണ്. ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാം. വളരെ ടേസ്റ്റാണ്. പിന്നെ നിറച്ച ഇറച്ചിയൊന്നും ഇത് കാണില്ല, കുഞ്ഞു കോഴിയല്ലേ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഇറച്ചി ഇതിനകത്ത് കാണും. അപ്പം നല്ലൊരു കാടക്കോഴി ബിരിയാണി.